ചായയും കറിയുടെയും നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ യൂഷ്വലി ഉണ്ടാവാറുള്ള റിയാസ് നമ്മളുടെ കൂടെ പോഡ്കാസ്റ്റ് എപ്പിസോഡിനില്ല. കാരണമുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മോസ്റ്റ്ലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികളും അവർക്ക് പുറത്തുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും, അത് മാത്രമല്ല എന്തുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ നാട് വിട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വരുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇരിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിതിന് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. നമ്മൾ 2017 ഞാൻ അയർലൻഡിലേക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞ് 2019 അൻവർ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നു. അപ്പോൾ നമുക്കിതിനെ പറ്റി കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങാൻ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് തുടങ്ങാൻ, കുറച്ച് ബോറിംഗ് ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ടാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൽ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അയർലൻഡിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 4000 സ്റ്റുഡൻസാണ് ഇന്ത്യയിൽ നിന്ന് എൻറോൾ ചെയ്തിരിക്കുന്നത് 2017-18 അക്കാഡമിക് ഇയറിന്. അത് കഴിഞ്ഞ് 2019 ആയപ്പോഴേക്കും അത് 5000 സ്റ്റുഡൻസായി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7000 ആണ്. അതായത് അയർലൻഡിൽ റെക്കോർഡ് ഹൈ ആണ്. അയർലൻഡിലെ 50% ഇൻ്റർനാഷണൽ, അതായത് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 50% ഇന്ത്യൻസ് ആണെന്നാണ് അയർലൻഡിലേക്ക് വരുന്ന കുട്ടികൾ. അത്രയധികം ഇന്ത്യൻസ് ആണ് ഇപ്പോൾ അയർലൻഡിലേക്കൊക്കെ പഠിക്കാൻ വരുന്നത്. പ്രോസ് ആണോ കോൺസ് ആണോ എന്ന് അറിയില്ല. അതിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇല്ല, ഓക്കെ, നമുക്ക് പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇൻ്റർനാഷണൽ, അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ സ്റ്റുഡൻസ് പോകുക എന്ന് പറയുന്നത് അത് ഒരു നല്ല സൈനാണ് ഇൻ ടേംസ് ഓഫ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടല്ലേ പോകാൻ പറ്റുന്നത്. സോ ഇന്ത്യയിൽ കുറേ ആളുകൾ അങ്ങനെ അഫോർഡ് ചെയ്യാനുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. വിച്ച് മീൻസ് മിഡിൽ ക്ലാസ് കൂടി വരുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ലക്ഷണം ആയിരിക്കുമല്ലോ അത്. ഇപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മിഡിൽ ക്ലാസ്സിനും അതുപോലെ തന്നെ പിന്നെ റിച്ച് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ്. കാരണം ഇപ്പോൾ പോവർട്ടി ലൈനിലോ അല്ലെങ്കിൽ പോറായിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അസറ്റ് എല്ലാം കാണിച്ച് ലോണെല്ലാം എടുത്തിട്ട് വേണം വരാൻ. ഇത് ബാങ്ക് തരണമെന്ന് നിർബന്ധമില്ലല്ലോ, നമുക്ക് അസറ്റ് ഇതൊന്നും കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ മോസ്റ്റ്ലി മിഡിൽ ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ മിഡിൽ ക്ലാസ് വരുന്നുണ്ട്, കുറേ പേര് മിഡിൽ ക്ലാസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അങ്ങനെ ഒരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് എടുക്കാം. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ കുട്ടികൾ ബെറ്റർ എഡ്യൂക്കേഷൻ നോക്കുന്നു, കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആവണം, ബെറ്ററായി എഡ്യൂക്കേഷൻ കിട്ടണം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് തിങ്കിങ് ആണല്ലോ. അത് എത്ര സൊസൈറ്റീസിലുണ്ട്. ഇല്ല, നമ്മൾ ശരിയാണ്. നമ്മൾ ഇന്ത്യൻസ് എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കാണുന്ന ഒരു ആൾക്കാരാണ്. നമ്മുടെ ചെറുപ്പം മുതലേ നമുക്ക് ഡിഫറൻസ് അറിയാമല്ലോ. ഇവിടുത്തെ കുട്ടികളുടെ സ്കൂൾ ലൈഫും നമ്മളുടെ നാട്ടിലെ സ്കൂൾ ലൈഫും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഒരു കാരണം ഇവിടെ ഭയങ്കര ചില്ലാണ്. കുട്ടികൾ അവരുടേതായിട്ടുള്ള പേസിൽ പോവുക. അവർക്ക് ഈവൻ ഒരു ഇയർ ബ്രേക്ക് ഒക്കെ കൊടുക്കും. 7th grade അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു വർഷമായി. കറക്റ്റ് എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഒരു ബാഡ് ഡേ ഉണ്ടായിരുന്നു. എങ്ങനെ മനസ്സിലാവാന്നറിയോ? ഞാൻ സ്വപ്നം കാണുക, അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങി, അടുത്ത ദിവസം എണീക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടുണ്ടാകും എൻ്റെ 10th എക്സാമോ +12 എക്സാമോ ആണ്. കാരണം ട്രോമയാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ആ ഒരു റാറ്റ് റേസ് ആണ്. അതായത് അക്കാഡമിക്കലി ആരാണ് മുന്നിൽ നിൽക്കുക. കുട്ടികൾ മാത്രമല്ല, പേരൻസും. അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി ഇപ്പുറത്തെ പേരൻസിനും ടെൻഷനാണ്, കുട്ടികൾക്കും ടെൻഷനാണ്. ആകെ മൊത്തം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു റാറ്റ് റേസ് ആണ്. ആരാണ് മുന്നിലെത്തുക, ആരാണ് ഫ്രണ്ടിൽ. ഇപ്പോൾ പക്ഷേ അതൊക്കെ തന്നെ ആണെങ്കിലും ശരി, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ്. ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലെ സ്കൂൾ എഡ്യൂക്കേഷനെല്ലാം വെച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇവർ 4ലും 5ലും പഠിക്കണതൊക്കെ നമ്മൾ 1st-ലും 2nd-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവർ 10th പഠിക്കണതൊക്കെ നമ്മൾ 7th-ലും 8th-ലും പഠിക്കുന്നുണ്ട്. കാരണം അത്രയും അധികം ഇൻഫർമേഷൻസും അത്രയും ടഫായിട്ടുള്ള സിലബസുമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ടെക്നിക്കലി നമ്മൾ ഭയങ്കര സൗണ്ടുമാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഏത് ടെക്നിക്കൽ മേഖല എടുത്തു കഴിഞ്ഞാലും ഇന്ത്യൻസാണ്, അല്ലെങ്കിൽ അവിടെ ചൈനീസുകാരുണ്ട്. അപ്പോൾ ആ ചൈനയും ഇന്ത്യയെല്ലാം എടുത്ത് നോക്കുമ്പോൾ അവരുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയാലും സ്കൂൾ എഡ്യൂക്കേഷൻ ആയാലും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, നോ നോൺസെൻസ് സ്റ്റഫാണ് അവിടെ നടക്കുന്നത്. കാരണം പഠിച്ചോ പാസ്സായിക്കോ, ഇത് വേറെ സംസാരമൊന്നുമില്ല, വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വേണേലും പഠിച്ചാൽ മതി. അതിനൊരു കാരണമുണ്ട്. എനിക്ക് തോന്നണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ നാട്ടിൽ ഇവിടത്തെ വെച്ച് നോക്കാം, ഇവിടെ ഏതൊരു കരിയർ, ഏതൊരു ജോബ് പ്രൊഫൈൽ എടുത്ത് നോക്കിക്കോളൂ. പ്ലംബർ മുതൽ ഫാമർ ആണെങ്കിലും
എൻജിനീയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ആർക്കാണെങ്കിലും പേ ഗ്രേഡ് ഹൈ ആണ്. അതായത് ഡസൻ മാറ്റർ. നമുക്കിപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പോൾ ഈ ഓട്ട മത്സരത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് അവരുടെ പാഷൻ എന്താണ്, എനിക്ക് നാളെ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷനിൽ പോവാം. ആ ഒരു റാറ്റ് റേസിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അതല്ല. നമ്മുടെ നാട്ടിൽ എൻജിനീയർ ആണോ അല്ലെങ്കിൽ ഡോക്ടറാണോ അല്ലെങ്കിൽ MBA ചെയ്ത് ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യണം, അത് ചെയ്യണം, അല്ലെങ്കിൽ CA ചെയ്യണം, എന്നാലാണ് സാലറി പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് ആക്ച്വലി സംസാരിക്കാണ്ടിരിക്കുന്നത് ബെറ്റർ. കാരണം അത് ഓരോ നാട്ടിലെ ആ സോഷ്യൽ ഫാബ്രിക്, സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള വരുന്ന സംഭവങ്ങളാണ്. ഇപ്പം എന്തുകൊണ്ട് ഇവിടെ ഒരു പെയിൻറ് ചെയ്യുന്ന ആൾക്ക് ഒരു എഞ്ചിനീയറിന് അതേ ശമ്പളം കിട്ടും, നാട്ടിൽ എന്തുകൊണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കഴിഞ്ഞാൽ അതിൽ കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടാവും. അപ്പം ബെറ്റർ അതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇതിനെക്കുറിച്ച് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കും. വേറെ റൂട്ടിലേക്ക് പോയി. സംഭവം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെയാണെങ്കിലും എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണെന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ പണ്ടൊക്കെ മാസ്റ്റേഴ്സിനായിരുന്നു കുട്ടികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പണ്ടെന്നല്ല ഞാൻ പറയാന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ വരുന്ന 2017 സമയത്തൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ ബാച്ചിലേഴ്സ് ചെയ്യാനും കുട്ടികൾ പുറത്തേക്ക് പോകണം. ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ കുട്ടികൾ 90 സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷം ബ്രസീലിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് മാസ്റ്റേഴ്സ് ചെയ്യാൻ. അത് എനിക്ക് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തതിന് അതിൻ്റെ ഉത്തരമുണ്ട് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും പറഞ്ഞു സ്കൂൾ എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ പറഞ്ഞില്ല കോളേജ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷൻ പറഞ്ഞില്ല. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വി ആർ ഗുഡ് അറ്റ് എന്താ പറയുക സ്കൂള്, ഓക്കെ, സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഇതിലൊക്കെയാണ് നമ്മൾ നല്ലത്. ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് അതുമായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ we don't have enough established institutions. Yes, IITs ഉണ്ട്, പിന്നെ അതുപോലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഈ IIT-കളിൽ പോലും എത്രത്തോളം റിസർച്ച് എടുക്കുന്നുണ്ട്, IIT-കൾക്ക് എത്രത്തോളം ഫണ്ട് കിട്ടുന്നുണ്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു നല്ല റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകളെ അവർക്ക് ടാലൻ്റ് ഉണ്ടെന്ന് കാണുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിലെ, എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസിലെ യൂണിവേഴ്സിറ്റീസ് എല്ലാം അവരെ എടുത്തുകൊണ്ട് പോവുകയാണ്. കാരണം അവർക്ക് അവിടെ അതിനായിട്ട് റിസർച്ച് ചെയ്യാനും. US-ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, റിസർച്ചിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറേ യൂണിവേഴ്സിറ്റീസും എല്ലാം ഉണ്ട്. പക്ഷേ അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് എല്ലാം നമ്മുടെ നാട്ടിൽ കുറവാണ്, ഇന്ത്യയിൽ കുറവാണ്. അപ്പോൾ അതാണ് വേറൊരു റീസൺ. കാരണം ഹയർ സ്റ്റഡീസിന് ആളുകൾ പോകാനുള്ള റീസൺ അതുകൂടെയാണ്. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അഗെയിൻ അതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ജോബ്സ് നാട്ടിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. ബട്ട് ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ പേ, ഇതെല്ലാം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ കോളേജ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷമാണല്ലോ ഇതെല്ലാം വരുന്നത്. സ്കൂൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിക്ക് മാറണം, അതുപോലെ തന്നെ നല്ല ശമ്പളം വാങ്ങണം എന്നുള്ള ആ ഒരു അവസ്ഥ എത്തുമ്പോഴും ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം നാട്ടിൽ ശമ്പളം കിട്ടില്ല എന്നൊന്നുമില്ല. നാട്ടിൽ നല്ല വെൽ പെയ്ഡ് ജോബ്സ് ഉണ്ട്. കുറേ ഫ്രണ്ട്സിനെ എനിക്ക് തന്നെ അറിയാം പേഴ്സണലി. സോ നാട്ടിലില്ല എന്നല്ല പറയുന്നത്, ബട്ട് നാട്ടിൽ അത്ര അധികം ആളുകൾ ഉള്ളതുകൊണ്ട് അത്ര ഓപ്പർച്യൂണിറ്റീസ്, അത്ര വെൽ പെയ്ഡ് ജോബ്സ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ നമ്മുടെ നാട്ടിലെ സ്കോളർഷിപ്പ് കാരണം അവരുടെ റിസർച്ച് പേപ്പേഴ്സ് എല്ലാം കാരണം, അവരുടെ ബുദ്ധി കാരണം അവർ ഫുൾ സ്കോളർഷിപ്പിൽ സ്റ്റാൻഫോർഡിലേക്കും MIT-യിലേക്കും പ്രിൻസ്റ്റണിലേക്കൊക്കെ കൊണ്ടുപോവാണ്. നമ്മുടെ നാടിനത് വലിയൊരു കാരണം ടോപ്പ് ബ്രെയിൻസ് എല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടുപോവാണ്. അപ്പോൾ ഇവരൊന്നും റിമെയിൻ ചെയ്യാൻ ആഗ്രഹിക്കണമില്ല. ഇന്ത്യയിൽ കിട്ടുമ്പോൾ പോവുകയാണ്. കാരണം സ്റ്റാൻഫോർഡാണ്, MIT ആണ്. കാരണം അത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവർക്ക് അവിടെ കാത്തിരിക്കുന്നത്. ബെറ്റർ ലൈവ്ലിഹുഡ്, ബെറ്റർ പേ, ഇതെല്ലാം അവിടെയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 140 കോടി ജനങ്ങളുടെ നാട്ടിൽ 2% ആൾക്കാരാണ് ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ളത്. അത് ഈ നമ്മളെ മിഡിൽ ക്ലാസ് ആണ്. കോർപ്പറേറ്റ് ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ഇത് പേ ചെയ്യണത്. ഫീൽസ് ലൈക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ നിന്നിട്ടുള്ളതാണ് നാട്ടിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നൊരു ഫീലിംഗ് ആണ്. കാരണം ആ പേ ചെയ്യുന്ന ടാക്സിനുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് വൺ ഓഫ് ദ റീസൺ ആണ് ആൾക്കാർ പുറത്തേക്ക് പോകുന്നത്. കാരണം ഞാൻ അവിടെ പോയി കോർപ്പറേറ്റ് ജോലി ചെയ്തിട്ട് 40% ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് എനിക്ക് ആ നാട്ടിൽ കിട്ടുന്നുണ്ടെന്ന്
കരുതി പോകുന്നവരുണ്ട് കുറേ പേര്. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ശമ്പളമാണ്. ലൈക്ക് നമുക്ക് കിട്ടുന്ന സാലറി എക്സ്പൊണൻഷ്യലി ഹയർ ആണ്. നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാവരും അത്രയും ടാലൻറ്റഡ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഒരു 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 സ്റ്റാൻഡേർഡ് ഒരു ടെക്നിക്കൽ സ്കിൽസൊക്കെ ഉള്ള ആൾക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കായി ഇരട്ടിയോ അതിന് അധികമോ ശമ്പളം നമുക്ക് വെസ്റ്റേൺ രാജ്യങ്ങളിൽ എസ്പെഷ്യലി കിട്ടും. അപ്പോൾ അത് വലിയൊരു ഫാക്ടറാണ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഈ പണിയൊക്കെ എടുക്കണത് എന്തിനാ? ശമ്പളം കിട്ടാനാണല്ലോ. അപ്പോൾ കൂടുതൽ ശമ്പളം അവിടെ കിട്ടണോ അവിടെ നമ്മൾ പോകും. ഓപ്പർച്യൂണിറ്റീസ് എവിടെ ഉണ്ടോ അവിടേക്ക് മനുഷ്യൻ പോയിരിക്കും. അങ്ങനെയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതൊരു മനുഷ്യൻ്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റാണ്, ബേസിക് സ്വഭാവമാണ്. അത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ അതാണ് അടുത്ത റീസണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അഗെയിൻ ബെറ്റർ എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞു ഹയർ എഡ്യൂക്കേഷൻ, ബെറ്റർ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നത് പുറം രാജ്യങ്ങളിലാണ്, എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസിലാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ ആളുകൾ പോകുന്നുണ്ട്. വേറൊരു ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയേണ്ടത് സ്കോളർഷിപ്പുകളാണ്. ഓക്കെ, കുറേ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീസ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്. ഇന്ത്യയിലും സ്കോളർഷിപ്പുകളുണ്ട്, പക്ഷേ താരതമ്യേന കൂടുതലാണ്. അപ്പോൾ അതും വലിയൊരു റീസണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കോമ്പിനേഷൻസ് ഓഫ് റീസൺസ് അല്ലേ, അതുകൊണ്ടാണ് കുട്ടികൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ പുറത്ത് പോയി പഠിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ പുറത്ത് പോകാമെന്നുള്ള കാര്യം ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം ഞാൻ പുറത്തേക്ക് വന്നുല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയപ്പോൾ അന്ന് TCS ചേച്ചിക്ക് 2009 ഇഫ് ഐ എം നോട്ട് റോങ് 25,000 രൂപയാണ് അന്ന് സ്റ്റാർട്ടിങ് സാലറി ഓഫർ ചെയ്തത്. അന്ന് 25,000 രൂപ നോട്ട് ബാഡ്, വലിയ കുഴപ്പമില്ല. ചെന്നൈ നല്ല സാലറിയാണ് അന്ന് സ്റ്റാർട്ട്. പിന്നെ ഫാസ്റ്റ് ഫോർവേഡ് 2015 ഞാൻ ഗ്രാജുവേറ്റ് ആയപ്പോൾ എനിക്ക് വിപ്രോ ഇൻഫോസിസ് ഒക്കെ ഈ സെയിം പേ സ്കെയിലാണ് എനിക്ക് അന്ന് ഞാൻ വർക്ക് ചെയ്ത വേറെ KPIT തുടങ്ങിയ കമ്പനിയിലും എനിക്ക് സെയിം പേ റേഞ്ചിലാണ് 25,000, 24,000, 25,000 റേഞ്ചിലാണ് എനിക്ക് അന്ന് തന്നത്. കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് എൻ്റെ കസിൻസ് പഠിക്കാൻ പോകുമ്പോഴും അവർക്കും ഈ കമ്പനീസ് ഇപ്പോഴും അവർ കൊടുക്കുന്നത് അതേ സെയിം പേ ആണ്. അതായത് ഒരു ഡെക്കേഡിന് മേലെ പോയിട്ടും സാലറി സ്കെയിലില് വ്യത്യാസം വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും കോമ്പറ്റീഷൻ ആണ്. കാരണം അത്രയധികം എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്, അത്രയധികം കുട്ടികളാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഈ ടോപ്പ് ലെയേഴ്സ് ഒക്കെ IIT പോയി IIM പോയി ഗ്രേറ്റ്, അവർ ദേ ആർ സ്റ്റേയിങ് ബാക്ക്, ഇന്ത്യയിൽ നിൽക്കണു, ജോലി ചെയ്യണു, ഫൈൻ. പക്ഷെ വലിയൊരു മെജോറിറ്റി കുട്ടികളും ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുന്നവരും ജോലി നോക്കുകയാണ്. അവർ 25,000 പ്രശ്നമല്ല, ഡസൻറ്റ് മാറ്റർ എന്നുള്ളൊരു അവസ്ഥയാണ്. സാലറി അവർക്ക് അതായത് ഇത്രയും പ്രശ്നമല്ലാത്തൊരവസ്ഥയാണ്. കാരണം എന്ത് ജോലി കിട്ടിയാലും പോവാം എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം അത്രയധികം നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ ന്യൂസ് ചാനൽസിലൊക്കെ ഒരു എഞ്ചിനീയറിംഗ്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പൊസിഷന് മുംബൈയിലൊക്കെ 400-500 ആൾക്കാർ തടിച്ചുകൂടി. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അത്രയും ഹൈ ആണെന്നാണ് എൻ്റെ അർത്ഥം. കുട്ടികൾക്ക് ജോലിയില്ല. അപ്പോൾ നമുക്കൊരു സ്റ്റുഡൻറ് ലോൺ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ കാനഡയിൽ പോവുക, USA പോവുക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കുറേ ഓപ്ഷൻസ്. ഞാൻ വരുന്ന സമയത്തൊക്കെ അയർലൻഡിലേക്ക് അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ അധികം പേരൊന്നും എനിക്ക് അറിയില്ല, പേഴ്സണലി അറിയില്ല അയർലൻഡിലേക്ക് വരുന്നത്. എന്നാൽ അയർലൻഡൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള UK-യും അയർലൻഡും US എല്ലാം ഒരു കോമൺ രാജ്യങ്ങളായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾക്ക്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പഠിക്കാൻ പോകാനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം യൂറോപ്പിലും അല്ലെങ്കിൽ US, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇവിടെ എല്ലാം കറങ്ങാൻ അടിച്ച് പൊളിക്കണം. അപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടാവും, അതിപ്പോൾ സ്വാഭാവികമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വലിയൊരു ഇൻഫ്ലുവൻസ് ഇതിൽ ചെലുത്തുന്നുണ്ട്. സോ പിന്നെ ഇത് കാലത്തിൻ്റെ അനിവാര്യത ആയിരിക്കാം ഒരു പക്ഷേ നമ്മളിങ്ങനെ മൂവ് ചെയ്യണത്. പിന്നെ മനുഷ്യനും പലായനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ആ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും മനുഷ്യനെ ചെയ്തിട്ടാണല്ലോ മനുഷ്യൻ്റെ ഹിസ്റ്ററി മുഴുവൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ. സോ ഇതൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ഒരു പർട്ടിക്കുലർ കാരണമൊന്നുമല്ല, പല റീസൺസ് ഉണ്ട്. ആ റീസൺസ് എല്ലാം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാം പുറത്തേക്ക് പോകാൻ നോക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്തൊരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇപ്പോൾ തോന്നുമായിരിക്കും ഞാൻ ഓൾറെഡി പുറത്ത് പോയി അടിച്ചു പൊളിക്കണ കാരണം പറയുന്നതാണെന്ന്.
എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടിലെ നമ്മളെ കിച്ചണിലായാലും കാര്യങ്ങൾ സഹായിക്കാൻ ഒരാളെ വയ്ക്കാം, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാൻ ആളെ വയ്ക്കാം, സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പാതിരാത്രിക്ക് ഫുഡ് ഓർഡർ, കുറേ ലക്ഷറി ലൈഫാണ് നാട്ടിൽ. ഫാമിലി അടുത്ത് തന്നെ ഉണ്ട്, ഹെൽത്ത് സിസ്റ്റം ആയാലും അടിപൊളിയാണ്. പുറത്ത് വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് പലരും അറിയുന്നില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ വരുമ്പോൾ നമ്മൾ ഏഷ്യൻ സ്റ്റോർ തപ്പി പോവുകയാണ് ഫുഡ് വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ അരി വാങ്ങാനും അത് വാങ്ങാനും ഇത് ചെയ്യാനും. കുറേ നാട്ടിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വി ആർ ടേക്കിംഗ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയാം. അത് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇതുകൾ മനസ്സിലാവുക. അപ്പോൾ അതെ. അപ്പോൾ ഇപ്പോൾ ഒരാളിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് ഇങ്ങോട്ട് വന്നുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് യൂറോപ്പ് വന്നുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹെൽത്ത്. നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സിസ്റ്റം ഇത്രയും നന്നായിരുന്നു, ഇത്രയും നല്ലതായിരുന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളുടെ കൈ ഒടിഞ്ഞ് ബോൺ ഇങ്ങനെ മുറിഞ്ഞു പോയിട്ടാണ്. 3 ദിവസം ആൾ വെയിറ്റ് ചെയ്തു, 3-4 ദിവസം വെയിറ്റ് ചെയ്തു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പുറം വേദന ഉണ്ടെന്ന് വിചാരിക്കുക, ഓക്കെ, അസഹനീയമായ വേദനയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു അപ്പോയിൻമെൻറ്റ്, ആദ്യം നമ്മളിവിടെ ഒരു ജീപ്പിന് പോയി കാണണം. ആ ജീപ്പിന് പോയി കണ്ട ശേഷം മാത്രമാണ് GP വേണം നമ്മളെ റെഫർ ചെയ്യാൻ. അല്ലാണ്ട് നമുക്ക് നേരെ പോയിട്ട് ഒരു ഓർത്തോ ഡോക്ടറെ പോയി കാണാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ജീപ്പിനെ കണ്ട് GP ഓക്കെ പറഞ്ഞ് എന്നിട്ട് GP റെഫർ ചെയ്യണം. GP റെഫർ ചെയ്ത് ഏത് ഹോസ്പിറ്റലിലേക്കാണോ ഏത് ഡോക്ടറിനാണോ റെഫർ ചെയ്ത് എന്നിട്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും ഈ ദിവസമാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയാണ് ഒരു സ്കാൻ ചെയ്യണമെന്ന് പറയാണ്. സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനും വെയിറ്റ് ചെയ്യണം. അപ്പോൾ സ്കാൻ ചെയ്യാനുള്ള വെയിറ്റിംഗ് പീരീഡ് എന്നൊക്കെ പറയുന്നത് 6 months ഒക്കെയാണ്. അപ്പോൾ 6 മാസം നമ്മൾ പെയിൻ കില്ലറും കഴിച്ച് പുറം വേദനിച്ച് ഇരിക്കണം. ഓക്കെ, നാട്ടിലൊക്കെ ആണെങ്കിൽ 2 ദിവസം കൊണ്ട് എല്ലാ പരിപാടിയും, ഒരു ദിവസത്തിൽ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു വരും. അപ്പോൾ ഹെൽത്ത് വളരെ ഡിഫറെൻ്റ് ആണ്. ഹെൽത്ത് അത്രയധികം വെയിറ്റിംഗ് ടൈമാണ് ഇവിടെ. സംഭവം ഇവിടുത്തെ ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നത് വെച്ചാൽ ഫ്രീ ആണ് സംഭവം. ഹെൽത്ത് കെയർ ഫ്രീ ആണെന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഇപ്പൊ നാട്ടിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും ഒരു പരിധി വരെ എല്ലാം ഫ്രീ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നാട്ടിൽ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും നമുക്ക് അവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഇറ്റ് നീഡ്സ് ടു ബി സ്റ്റഡി നമ്മുടെ ഹെൽത്ത് സിസ്റ്റം. ഓക്കെ, ഒരു സംശയം വേണ്ട അതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം കുറച്ച് മോശമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ രാധിക പറഞ്ഞ പോലെ എല്ലാവർക്കും ഏകദേശം ഒരേ ശമ്പളമാണ്. ഇവിടെ പെയിൻ്റ് അടിക്കുന്ന ആൾക്കും ഒരു എഞ്ചിനീയറിനും ഏകദേശം സെയിം ശമ്പളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നത് പോലും അത് ഭയങ്കര എക്സ്പെൻസീവാണ്. സോ ഇവിടെ എല്ലാം നമ്മൾ തന്നെ ഇവിടെ ചെയ്യണം. കുറേ DIY ചെയ്യേണ്ടി വരും. പിന്നെ ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കണം. ജോലിക്കിടയിൽ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. ക്ലീനിങ് നമ്മൾ തന്നെ ചെയ്യണം. കുട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. ഇവിടെ കുട്ടികളുടെ ചൈൽഡ് കെയർ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. മിക്കവാറും ഈ രാജ്യങ്ങളിലെല്ലാം വരുമ്പോൾ 2 പേരും വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നോക്കാൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ അമ്മമാരുണ്ടാവും, അല്ലെങ്കിൽ അച്ഛന്മാരുണ്ടാവും, ഓക്കെ, ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. അയൽവാസികളുണ്ടാവും. ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ നോക്കണം. നമുക്ക് നോക്കാൻ പറ്റില്ല. വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചൈൽഡ് കെയറിന് കൊണ്ടുപോകണം. അപ്പോൾ അതിന് എക്സ്ട്രാ കാശാണ്. പിന്നെ ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യം, പുറത്തുനിന്ന് ഫുഡ് വാങ്ങാനുള്ള ഓപ്ഷൻസ് കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ എക്സ്പെൻസീവാണ്. പിന്നെ ഇവിടെ അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ല. അധികം നൈറ്റ് ലൈഫൊന്നും യൂറോപ്പിൽ പ്രത്യേകിച്ചില്ല. പിന്നെ നമുക്ക് കറങ്ങാൻ പോകണമെങ്കിൽ അതിനും ഓപ്ഷൻസ് കുറവാണ്. ഇതൊക്കെയാണ് ഇവിടെയുള്ള ഡിസഡ്വാൻറ്റേജസുകൾ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആളുകൾ ഒന്ന് അറിഞ്ഞു വെക്കേണ്ടത് നല്ലതായിരുന്നു. അതേക്കുള്ള ആഡ് ചെയ്യണ്ടോ? നമ്മൾ കോൺസ് പറഞ്ഞു, ഞാൻ കുറച്ച് പ്രോസ് പറയാനേ. കാരണം നമ്മൾ ഈ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണല്ലോ. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണ്. ഇപ്പം നമ്മൾ നാട്ടിലെ പൊല്യൂഷൻ്റെ ഇൻഡെക്സ് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. കേരളം ഞാൻ പറയുന്നില്ല, ഞാൻ ജനറലായിട്ടാണ് പറയുന്നത്. ഇന്ത്യ എന്നുള്ള പൊല്യൂഷൻ ഇൻഡെക്സ് ഭയങ്കര വേർസ്റ്റ് കണ്ടീഷനാണ്. ഡിസീസസും അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതകൾ അതെല്ലാം കൂടുതലാണ്. ഇവിടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ റോഡായാലും ഈവൻ പൊളിറ്റിക്സ് ആയാലും ജനറലി ഞാനിപ്പോൾ അയർലൻഡ് സ്പെസിഫിക് എടുത്ത് പറയാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. എക്സ്ട്രീംലി ഫ്രണ്ട്ലിയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ അത്രയ്ക്കും ഭയങ്കര പൊളൈറ്റാണ്, ഭയങ്കര സ്നേഹമാണ്. എനിക്കിവിടെ റേസിസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 8 വർഷത്തോളം ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ മേജറായിട്ടുള്ളതൊന്നും
ഉണ്ടായിട്ടില്ല. വളരെ നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡ്. അതെ, ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതാണ്, കുറച്ചുകൂടിയും സേഫ് ആണ്, കുറച്ചുകൂടിയും സെക്യൂർ ആണ്. പിന്നെ പെൺകുട്ടി ആയതുകൊണ്ട് എനിക്കിപ്പോൾ രാത്രി 8 മണിക്ക് 9 മണിക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് ജോഗിങ്ങിന് പോവാം. ഭയങ്കര ഇക്വാളിറ്റിയാണ് ഇവിടെ. പെണ്ണാണ് അങ്ങനത്തെ ഒരു ജോബിലായാലും, ഞാൻ ഒരു MNCയിലാണ് വർക്ക് ചെയ്യണത്. എനിക്കങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലത്തെ മാനേജർ പോയിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മാനേജർ പോയിട്ട് ഞാൻ പോവുള്ളൂ. കാരണം എന്നാലാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനാണ് ഏറ്റവും അധികം വർക്ക് ചെയ്യണതെന്ന്. ഞാൻ ഇൻഫാക്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടിലത്തെ എൻജിനീയേഴ്സ്, അതെ സെയിം കമ്പനി നാട്ടിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സ് സംസാരിക്കുമ്പോൾ ഇവിടെ ആൾക്കാർ 5 o'clock ആയപ്പോൾ കഴിഞ്ഞു, എൻ്റെ പേ ഗ്രേഡിലുള്ള വർക്ക് കഴിഞ്ഞു, ഞാൻ പോവാണ്. ഭയങ്കര വർക്ക് ലൈഫ് ബാലൻസ് ആണ്. ആരും നമ്മളുടെ വന്ന് ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടോ, ഞാൻ എല്ലാവരും കാര്യമല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. എനിക്ക് തോന്നിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വർക്കിലേക്ക് വരുമ്പോഴും ഭയങ്കര കോമ്പറ്റീഷനാണ്. എന്താ പറയുക, നമ്മളിപ്പോൾ കേൾക്കണ്ടല്ലോ കുറേ ന്യൂസ്. ഒരു പെൺകുട്ടി അടുത്ത് EY എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യണം, എൻ്റെ സ്ട്രെസ്സിൻ്റെ ഇതിൽ മരിച്ചു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ഭയങ്കര കോമൺ ആണ് നമ്മുടെ. ഇങ്ങനത്തെ ഒരു ന്യൂസ് ഇവിടെ യൂറോപ്പിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു പ്രഷറും ഫീൽ ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ലീവ് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട്ടിൽ ലീവ് എടുക്കുമെന്ന് പറയാൻ തന്നെ ഒരു ടെൻഷനാണ്, പേടിയാണ്. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഭയങ്കര വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. ഐ ഹാവ് ടു സേ ദാറ്റ്. വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്, ജോബ് സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ ശമ്പളം അതിൽ ഇക്വാലിറ്റി ഉണ്ട്, സ്ത്രീക്കോ പുരുഷനോ. നാട്ടിലെ MNCയിലായാലും അത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, പക്ഷേ ആ ഒരു ഇക്വാലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് രാധിക നേരത്തെ പറഞ്ഞ പോലെ കൂടുതലാണ്. പിന്നെ നമ്മുടെ സോഷ്യൽ ലൈഫിൽ മറ്റുള്ളവർ ഇൻ്റർഫിയർ ചെയ്യാൻ വരുന്നില്ല എന്നുള്ളത് വലിയൊരു ഘടകമാണ്. പിന്നെ നമ്മുടെ പ്രൈവസികളിൽ ആളുകൾ ചൂഷണം ചെയ്യാൻ വരില്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള മാതിരി ജീവിക്കാം, ഒരാളും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നില്ല. പിന്നെ പീപ്പിൾ ഡോണ്ട് കെയർ, റൈറ്റ്? നമ്മുടെ നെയ്ബർ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ച് നോക്കണമെന്നില്ല. അപ്പോൾ അതുപോലെയുള്ള പ്രൈവസി പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ രാധിക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ വെതർ, ഇവിടുത്തെ പൊല്യൂഷൻ ഇല്ലായ്മ, പലതരത്തിലുള്ള പൊല്യൂഷൻ ഇല്ലായ്മ, ഇതെല്ലാം നമ്മുടെ ഹെൽത്തിന് ഗുണം ചെയ്യും, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഗുണം ചെയ്യും. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഗ്ലാമറസ് ആണ്. സോ ഇതെല്ലാം ഇതിൻ്റെ പോസിറ്റീവ്സ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശമ്പളം നാട്ടിലത്തേക്കായും കൂടുതൽ കിട്ടും ഇവിടെ. വർക്ക് ലൈഫ് ബാലൻസും വളരെ മികച്ചതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പോസിറ്റീവ്സ്. ഇനി നമുക്ക് തോന്നുന്നു ലൈക്ക് ഇങ്ങോട്ട് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വരണം എന്നാഗ്രഹമുള്ളവർ ഏത് ജോബ്സിലാണ് അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങോട്ട് വരണം, എന്തൊക്കെയാണ് രാധിക്ക് എന്തൊക്കെയാണ് തോന്നുന്നു? എനിക്ക് പേഴ്സണലി ഇപ്പം ഞാൻ വന്ന സമയത്ത് കേട്ടോ 2017 ജോബ് ക്രൈസിസ് ഒന്നും അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല. കുറേ ഓപ്പൺ പൊസിഷൻസ്, കുറേ ജോലികളുണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്ത് എനിക്ക് അത് കാരണം ഞാൻ അധികം പേരൊന്നും കേട്ടിട്ടില്ല. എൻ്റെ കൂടെ വന്ന ആൾക്കാർ ജോലി കിട്ടാണ്ടായിരിക്കൽ, കൂടി പോയി കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കുറച്ച് കപ്പിൾ മന്ത്സ് ജോലി നോക്കിയിട്ടുണ്ട്, അത്ര പേരെ ഞാൻ മാക്സിമം കേട്ടിട്ടുള്ളൂ. ടെക്നിക്കലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടറാണ്. അപ്പം ഞാൻ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്ന ജോലി അതിനായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയായിരുന്നു. എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി. എനിക്ക് അതിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണ്. പിന്നെ ഞാൻ വേണമെങ്കിൽ 2019 അൻവർ വന്നത് അല്ലേ, അൻവറിന് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്? ഇൻഫാക്ട് അൻവറിന് ചിലപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ വന്ന കാരണം ചിലപ്പോൾ അതിൻ്റെ കുറച്ച് ഇല്ല. ഞാൻ ഇവിടെയുള്ള സമയത്തും ജോബ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് ടെക്നിക്കൽ ജോബ്സിനാണ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. ഇത് പൊതുവേ യൂറോപ്പിലും മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഒരു ഇതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുട്ടികളെ നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നില്ല. ഇവിടുത്തെ പാരൻസ്, അതായത് നീ എഞ്ചിനീയർ ആവണം, നീ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ നീ ഈ ടെക്നിക്കൽ ഫീൽഡിലാവണം എന്നൊന്നും പ്രഷറൈസ് ചെയ്യുന്നില്ല. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് പോവാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ കുറേ പേരൊക്കെ ഫോഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും ആവണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ
ടെക്നിക്കൽ ജോബ്സ് ചെയ്യാനുള്ള ഷോർട്ടേജ് ഉണ്ട്. ഇവിടുത്തെ കുട്ടികൾ കുറേ പേരെല്ലാം ഈ മാനേജ്മെൻറ്റ് റോളുകൾ അതുമായുള്ള റോളുകൾക്കാണ് മാറുന്നത്. ടെക്നിക്കൽ റോൾസുകളിലേക്ക് ഇവിടെ ആളുകൾ ഇല്ല. അപ്പോൾ അതിൻ്റെ ഷോർട്ടേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ മേഖലയിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇത് സത്യമാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നേരത്തെ രാധിക പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ എണ്ണം എക്സ്പൊണൻഷ്യലി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും കൂടുന്തോറും. ഓക്കെ, അത്രയും ജോലികൾ ഇവിടെ ഇല്ല. അതൊരു ചെറിയൊരു രാജ്യമാണ്, കേരളത്തിൻ്റെ 3 ഇരട്ടി. ഓക്കെ, അയർലൻഡിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിനുള്ള അത്രയും കുട്ടികൾ വരുമ്പോൾ അവർക്കെല്ലാം കാറ്റർ ചെയ്യാനുള്ള ജോലി ഇവിടെ ഇല്ല. ഈവൻ ദോ ഇവിടെ ടെക്നിക്കൽ സ്കിൽസുള്ള ആവശ്യമുള്ള ആൾക്കാരെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്തുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കമ്പനീസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓക്കെ, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഞാൻ ചൂസ് ചെയ്യാം. കമ്പനികൾക്ക് സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് 100 പേര് ഉണ്ടായിരുന്നത് ഇപ്പോൾ 1000 പേരുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളെ അതേ ശമ്പളത്തിൽ ഹയർ ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന്. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ ജോബ്സിൽ ഓട്ടോമേഷൻ അതുപോലെ തന്നെ IT ഈ മേഖലകളിലെല്ലാം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് മേഖലകളിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ നല്ല ഷോർട്ടേജ് ഉണ്ട്. ഇവിടെ നമ്മൾ ഈ നഴ്സിംഗ് ഹോമുകളുണ്ട്, ഇവിടെ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഇവിടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓക്കെ നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നഴ്സിംഗ് മേഖലയിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കുറേ മേഖലകളുള്ളതുകൊണ്ട് തന്നെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് നഴ്സിംഗ് മേഖലകളിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലകൾ. പിന്നെ മാനേജ്മെൻറ്റ്, MBA, ബിസിനസ് റിലേറ്റഡുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ആളുകൾ ഇതിൽ കുറേ പേർക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ തന്നെ കുറേ പേര് ഈ മേഖലകളിലുണ്ട്. അപ്പോൾ ഒരു ഐറിഷ് കമ്പനി ഇപ്പോൾ അവർ ഹയർ ചെയ്യാൻ നോക്കുമ്പോൾ അവർ പ്രിഫർ ചെയ്യണത് ഇവിടെയുള്ള ആൾക്കാരെ, നേറ്റീവ് സ്പീക്കിംഗ് ആൾക്കാരെ, ഐറിഷുകാരെയാണ് അവർ പ്രിഫർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അവർ പുറത്തുനിന്നുള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം എടുക്കുമ്പോൾ നമ്മൾക്ക് ഒന്നുമില്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും ടാലൻറ്റഡ് അല്ലെങ്കിൽ സ്മാർട്ടായിരിക്കണം. ഓക്കെ, ഈ ഇൻ്റർവ്യൂസ് എല്ലാം ക്രാക്ക് ചെയ്യാൻ. ഇൻ്റർവ്യൂസ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ പ്രിഫർ ചെയ്യുക ഇവിടുത്തെ നാട്ടുകാരെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ടെക്നിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ നഴ്സിംഗ് ഫീൽഡൊക്കെ ആണെങ്കിൽ അതുപോലെ നിങ്ങളൊന്ന് ചെറുതായി റിസർച്ച് ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. കൺസൾട്ടൻസി എല്ലാം അവർക്ക് ഇഷ്ടമുള്ളത് പറയും, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളാണ് ഇവിടെ ഇത്രയും വലിയ ലക്ഷക്കണക്കിന് കാശ് കൊടുത്തിട്ട് പഠിക്കാൻ വരുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തന്നെ നമുക്കുള്ള ജോലി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന MBA ചെയ്യുന്ന ആൾക്കാർക്ക് അത് വരണ്ട എന്നൊന്നും പറയില്ല. നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, നമ്മളിവിടെ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയണേ. അതെ, നമുക്കിവിടെ അറിയാവുന്ന, ഇവിടെ നിന്നിട്ട് പരിചയവും നമ്മൾക്ക് ഇവിടുത്തെ എൻവയോൺമെൻറ്റും കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് പറയുന്നതാണ്. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അയർലൻഡ് മാത്രമല്ല, ഇപ്പോൾ ഒരു പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ ഡു യുവർ റിസർച്ച്. അതായത് ഓരോ രാജ്യത്തും ക്രിട്ടിക്കൽ സ്കിൽസ് വേറെ ആയിരിക്കും. അയർലൻഡിൻ്റെ ആയിരിക്കണം എന്നില്ല യുകെയുടെ ആയിരിക്കണം എന്നില്ല കാനഡയിൽ. അവിടെ എന്താണോ, എന്ത് ജോബാണോ ആൾക്കാർക്ക് പ്രിഫർ ചെയ്യണം, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പഠിക്കാൻ പോകണമെന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ വേണം. ആ ഐഡിയ വെച്ചിട്ട് കൺട്രി ചൂസ് ചെയ്യുക, എന്നിട്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക എന്നാണ് ഞാൻ പറയുക. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതായത് എനിക്ക് ഈ കൺട്രിയിൽ തന്നെ പോകണം, അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് അങ്ങനെ ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരും. ഓക്കെ, നമുക്ക് ഒരു 10-20 ലക്ഷത്തോളം ഉണ്ടായിരിക്കും നമ്മുടെ ഫീ. നമ്മളിവിടെ വന്നു കഴിഞ്ഞു, നമുക്ക് ആ രാജ്യമായിരുന്നു ഇമ്പോർട്ടൻ്റ്, അല്ലാണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സായിരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കോഴ്സായിരുന്നില്ല എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നു, നമ്മൾ ക്ലാസ് എല്ലാം കഴിഞ്ഞു, പിന്നെ 2 വർഷത്തെ ഏകദേശം 2 വർഷമാണല്ലോ എല്ലാ രാജ്യങ്ങളിലും സ്റ്റേ ബാക്ക് കിട്ടണു. നമ്മൾ ജോലിക്ക് നോക്കണു, അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യാണ് നമുക്ക് ജോലി കിട്ടണില്ലാന്ന്. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് പിന്നെ ഈ ലോൺ അടച്ചു കിട്ടണല്ലോ ദൈവമേ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഓക്കെ തിരിച്ച് നാട്ടിലേക്ക് പോവുക, അല്ല നാട്ടിൽ പോയി നമ്മൾ ഏത് മേഖലയിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് നമ്മൾ പഠിച്ച് അവിടെ ജോലി നോക്കാം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ചിന്തിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ലോൺ അടച്ചു കൂട്ടണം, അതിന് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം.
എന്നിട്ട് നമ്മൾ ആ 2 വർഷം അത് ചെയ്യാൻ നോക്കുകയാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ 2 വർഷം കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരുമോ, അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ കയറി ജോലി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉണ്ടായിരുന്ന ആ മേഖല, നമുക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന മേഖലയിൽ നിന്ന് നമ്മുടെ ആ എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ വേറെ ഏതൊക്കെയോ മേഖലയിൽ ടെക്നിക്കൽ അല്ലാത്തതോ വേറെ എന്തൊക്കെയോ മേഖലയിൽ നമ്മുടെ ലോൺ അടച്ചു വീട്ടാൻ വേണ്ടി കയറി പിന്നെ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും തിരിച്ച് നമ്മുടെ ആ മേഖലയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മൾ പഠിച്ചതെല്ലാം ആ ഒരു മേഖലയിൽ പഠിച്ച് വർക്ക് ചെയ്ത് വലിയ ആളാവണം എന്നൊക്കെയുള്ള രീതി ആയിരിക്കുമല്ലോ. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമ്മുടെ കരിയർ ഡൈവേർട്ടായി പോവും. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ ലോൺ അടച്ച് വീടണം എന്നുള്ള ടെൻഷൻ കൊണ്ടൊക്കെ ആയിരിക്കും അത് നടക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ ജോലി കിട്ടുമോ, എനിക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ, എനിക്കതിൽ സ്കിൽ സെറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ആ നാടിൻ്റെ ഗ്ലാമറോ ആ നാട്ടിലെ ആളുകളോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ കരിയർ ഡൈവേർട്ടായി പോവും. പിന്നെ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ കവർ ചെയ്തു. നമ്മൾ നാട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് കുട്ടികൾ വരുന്നത്, പിന്നെ നമ്മൾ അയർലൻഡ് പേഴ്സ്പെക്റ്റീവിൽ ഞങ്ങൾ സ്റ്റുഡൻസായി വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ പേഴ്സ്പെക്റ്റീവിൽ അയർലൻഡിനെ പറ്റി നമുക്ക് കുറച്ച് പറയാൻ പറ്റി. നമ്മൾ ആക്ച്വലി നമ്മളിവിടെ വന്ന കാരണം നമുക്ക് കുറേ പറ്റിയിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കാരണം നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യൻസ് വെൽക്കം ചെയ്യണം. സോ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അയർലൻഡിലേക്ക് വരാൻ അയർലൻഡ് ഞാൻ സ്പെസിഫിക് പറഞ്ഞത് നമുക്ക് അതിനെ പറ്റിയിട്ടാണ് കൂടുതൽ നോളജ് ഉള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അയർലൻഡിനെ പറ്റി അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, കോൺടാക്ട് ചെയ്ത് നമുക്ക് അറിയുന്ന ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു നോട്ടിൽ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് തിരിച്ചു വരുന്നത് വരെ ബൈ. താങ്ക് യു. ബൈ.